നമസ്കാരം. ഞാൻ നിൽക്കുന്നത് കൈപ്പുഴ കാറ്റ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പ്രകൃതി ബെസ്റ്റ് നൽകിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. വിശാലമായ സ്പേസ്, ഒരു തരത്തിലുള്ള ഒരു വയർ സെൻസ് ഓഫ് ഫ്രീഡം നമുക്ക് ഇവിടെ ഫീൽ ചെയ്യും. ഐ വാസ് ജസ്റ്റ് ലിസണിംഗ് ടു ഓഷോ. ഇന്റലിജൻസിനെ കുറിച്ചാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. ഇന്റലിജൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ബയോളജിക്കലി 14 years ഓഫ് ഏജ് വരെയാണ് നമ്മുടെ ഇന്റലിജൻസ് വളരുന്നത്. 14 years കഴിഞ്ഞാൽ വളരില്ലേ എന്ന് ചോദിച്ചാൽ വളരുന്നില്ല എന്നുള്ളതാണ് ഫാക്ട്. ബയോളജിക്കൽ പർപ്പസ് എന്ന് പറയുന്നത് ഏതൊരു ജീവിയുടെയും പർപ്പസ് സെയിം തന്നെയാണ്. മനുഷ്യന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്, അതാണ് പറയാൻ വരുന്നത് ആക്ച്വലി. അപ്പം മനുഷ്യൻ 14 years ആകുമ്പോഴേ അവന്റെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ഫുള്ളി ഡെവലപ്ഡ് ആയി, നേച്ചറിന്റെ പർപ്പസ് സെർവ് ചെയ്യാനുള്ള ഇന്റലിജൻസ് അവനായി. പിന്നെ ഒരു നെക്സ്റ്റ് ഗ്രോത്തിന് വലിയൊരു പ്രസക്തി ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ an average man ends up in his intelligence growth at the age of 14. Still he continues to grow physically. 10, 80 വയസ്സ്, 90 വയസ്സ്, 100 വയസ്സ്, 150 വയസ്സ്, പക്ഷെ പറഞ്ഞു 250 വയസ്സ് വരെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്, ജീവിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. ബട്ട് വാട്ട് എവർ ഹാപ്പൻസ് ഇൻ ദ റെസ്റ്റ് ഓഫ് ദ ഇയേഴ്സ്, ഇറ്റ് ഇസ് ജസ്റ്റ് ദ സെയിം ഏജ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഫാക്ട്. അതായത് 14-year-old ഒരു ചൈൽഡിന്റെ ഇന്റലിജൻസ് തന്നെയാണ് ഒരു 90-year-old അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന സോ കോൾഡ് ലോങ് ലൈഫ് ജീവിച്ച ആൾക്കാരുടെ ഇന്റലിജൻസ് പറയുന്നത്. നമ്മൾ പറയും വിസ്ഡം ഗ്രോസ് വിത്ത് ഏജ്. ഓഷോ അതിനെ തച്ചുടക്കിയാണ് ആ നോഷനെ. ആക്ച്വലി ആസ് ലോങ് ആസ് പീപ്പിൾ തിങ്ക് അബൌട്ട് റിപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷുവാലിറ്റി, അതിന്റെ ഒരു എക്സ്റ്റെൻഡഡ് ഫോമാണ് ഫാമിലി, അല്ലെ, മെയിൻറ്റെയിനിങ് ദ ഫാമിലി. ഇറ്റ് ഡസന്റ് മീൻ എനിത്തിങ് അറ്റ് ഓൾ, ബിക്കോസ് ആവറേജ് ഏജ് റിക്വയർഡ് ഫോർ റിപ്രൊഡക്റ്റീവ് പർപ്പസ് ഈസ് 14. ആ 14-year-old ബ്രെയിൻ ആണ് അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. But we have the option. That's the beauty of human living. To extend this age beyond 14. To whatever extent we want. നമ്മൾ റിപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡ്രോപ്പ് ചെയ്യണം എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ബട്ട് സെറ്റിംഗ് സം ഹയർ എയിംസ്, സെറ്റിംഗ് സം ഹയർ ടാർഗറ്റ്സ് ഫോർ അവർ ലൈഫ്. That's going to make a big difference. Osho is quoting Ralph Waldo Emerson, the American writer. And once somebody asked him, what is your age? He said 360 years. The bewildered journalist asked, you seem to be only 60 years and you are saying 360. Well, that was not an exaggeration actually. What he said is the work of a 360-year-old intelligence he has. ബോസ്റ്റിയാണ് എന്ന് നമുക്ക് തോന്നും, അല്ലെ? നമുക്കങ്ങനെ തോന്നും, കാരണം നമ്മുടെ ഇന്റലിജൻസ് അത്രേ വന്നിട്ടുള്ളൂ. So actually he was saying the kind of work that he was doing, the kind of research into his interiority and self-searching was so intense that he can proudly say, he can a little arrogantly say that he is 360 years old. Just think about people like Albert Einstein or somebody like that who is walking. There are lots of people who have lived beyond the so-called age limits. And Osho goes on to the extent of saying that people can even live, their intelligence can even grow even after their death. Thank you.